my dear students, welcome to our maths. Today we will discuss our long session. That is intro video. A lot of formulas are there for you to study. So by this video, all formulas special. Okay, agree makle? So let's start our beautiful session, that is trigonometric formulas, otherwise trigonometric functions of sum and difference of two angles. Okay, on your first equation I will write it for you. Look, sine of x plus y equal to sine x cos y plus cos x sine y. Okay, sine of x plus y, that is addition formula plus l. So sine of x plus y is what? Sine x cos y plus cos x sine y. This is the basic formula. This formula based on full formulas. Okay. Full problems, full formulas. So let's listen. One trick two angles in the sum and difference. Imagine two angles x and y. Imagine x terms sin x cos x y terms sin y cos y സംശയം ഇല്ലല്ലോ. നോക്കിക്കേ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. മക്കളെ ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലര് എന്ത് വേണം തെറ്റി വരും. കാരണം സൈൻ എക്സിന് പകരം കോസ് എക്സ് ഇടാൻ ചാൻസ് ഉണ്ട്, കോസ് വൈക്ക് വരും സൈൻ എക്സ് ഇടാൻ ചാൻസ് ഉണ്ട്, മാറ്റാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെറിയ ട്രിക്ക് പറഞ്ഞത്. അപ്പൊ നോക്കിക്കേ, എക്സ് ടേംസിലുള്ള ആദ്യം എഴുതുക സൈൻ എക്സ് കോസ് എക്സ്, വൈ ടേംസിലുള്ളത് സൈൻ വൈ കോസ് വൈ എഴുതും. Cross multiply. So we got what? Sin x cos y. Okay, sin x cos y plus cos x sin y. Cross multiplication. So we got what? This formula. Clear ayallo? Appam endayikkum sin of x minus y nu parayunnathu sin maarum alle. Nokikke, sin x cos y mele addition aanengil thaale endu varum adayathu difference. Okay, that is subtraction formula nu parayum. What is cos x sin y? Clear ആയില്ലേ? സംശയം ഉണ്ടോ? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്താ ഞാൻ ഒന്നും കൂടി പറയാം. മക്കൾ ഈ ഒരൊറ്റ വീഡിയോ കൂടെ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കണം. അതുകൊണ്ട് എന്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോവാം. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് വാട്ട്? സൈൻ എക്സ് കോസ് വൈ, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അഡീഷൻ ഫോർമുല ഉണ്ട്, പ്ലസ് പ്ലസ്. മൈനസ് ആവുമ്പോ എങ്ങനെ എഴുതും? സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ മൈനസ് cos x sin y. Clear ആയല്ലോ? ഇനി അടുത്ത് നമുക്ക് കോസിന്റെ എഴുതിയാലോ? cos of x plus y equal to cos x cos y minus sin x sin y. നമ്മുടെ ഫംഗ്ഷൻ മാറി. സൈൻ്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഇനി അടുത്ത് പഠിക്കേണ്ട ഏതാണ്? കോസിന്റെ ആണ്. കോസിന്റെ നിങ്ങൾ ഓർത്തിരുന്നോണം, സി ഡി ഒ എന്ന് പറയും. ഓക്കെ, എന്താണ് സി ഡി ഒ? ദാറ്റ് ഈസ് സി എന്ന് പറയുന്നത് കോസ്. കോസ് ആണെങ്കിൽ എന്ത് വരും? ഡബിൾ ആയിരിക്കും ഫംഗ്ഷൻ. ഓക്കെ, സി ഡി ഒ. ഒ മീൻസ് വാട്ട്? ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ക്ലിയർ ഔട്ട് ആയല്ലോ? എന്താണ് സി എന്ന് പറയുന്നത്? കോസ് വരുമ്പോൾ ഡബിൾ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. നോക്കി, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയില്ല, കോസ് എക്സ് കോസ് വൈ, ദാറ്റ് ഇസ് ഡബിൾ വന്നു, കോസ് എക്സും കോസ് വൈ. പിന്നെ സൈൻ അപ്പൊ എന്താവും? ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? മൈനസ്. ക്ലിയർ ഔട്ട് ആയല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഇനി അടുത്ത് നോക്കിയേ, കോസ് ഓഫ് എക്സ് മൈനസ് വൈനെ എങ്ങനെ എഴുതാം? കോസ് എക്സ് ഡബിൾ അല്ലേ, കോസ് എക്സ് കോസ് വൈ. അപ്പൊ മൈനസ് ആണ്, സബ്ട്രാക്ഷൻ അകത്തുള്ളതുകൊണ്ട് ഇവിടെ എന്ത് വരും? സം വരും അല്ലെ, ഓപ്പോസിറ്റ് സൈൻ. സിമ്പിൾ അല്ലേ? നോക്കിക്കേ, അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ഫോർമുലാസ്. 4 formulas ഉണ്ട്. ഏതൊക്കെയാണ്? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. അടുത്തത് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. കോസ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. ബേസിക് ഇക്വേഷൻ ആണ്. ഇതിനെ റിലേറ്റ് ചെയ്താണ് നമ്മുടെ എല്ലാ പ്രോബ്ലംസും. ഓക്കെ, സോറി, ഇതിനെ റിലേറ്റ് ചെയ്താണ് നമ്മുടെ എല്ലാ ഫോർമുലാസും പഠിക്കാനുള്ള ഞാൻ പറഞ്ഞല്ലോ. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് നോക്കിയാലോ? അടുത്തത് ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്യും. ഏതൊക്കെയാണ്? ഈ രണ്ട് ഫോർമുലാസ് തമ്മിൽ ആഡ് ചെയ്യാം. നോക്കിയേ, ഞാൻ എഴുതാം, സൈൻ ഓഫ് x plus y plus
സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. ഏതൊക്കെയാണ്? ഫസ്റ്റ് ടു ഫോർമുലാസ് ആഡ് ചെയ്തു. നോക്കിക്കേ, ആഡ് ചെയ്ത് നോക്കിയേ. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ പ്ലസ് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ കോസ് എക്സ് സൈൻ വൈ കട്ട് ചെയ്തൂടെ? എന്തുകൊണ്ടാണ്? ഡിഫറെന്റ് സൈൻസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 സൈൻ എക്സ് കോസ് വൈ എഴുതിക്കൂടെ അല്ലേ? രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? സൈൻ എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് കോസ് വൈ, ദാറ്റ് ഇസ് 2 സൈൻ എക്സ് കോസ് വൈ. അടുത്ത നോക്കിയേ, അടുത്ത എന്ത് വരും? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, വി ആർ സബ്ട്രാക്ടിങ്, മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, മൈനസ് ഓഫ്, ഇവിടെ മൈനസ് ഓഫ് വരും, സൈൻ എക്സ് കോസ് വൈ മൈനസ് ഓഫ് വാട്ട്? കോസ് എക്സ് സൈൻ വൈ. അപ്പൊ എന്ത് വരും? ഒബ്വിയസ്ലി സൈൻ എക്സ് കോസ് വൈ കട്ടാവും അല്ലേ? പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഞാൻ എഴുതി കാണിക്കും. ഓക്കെ, ലുക്ക്, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ മൈനസ് ഓഫ് എന്ത് വരും? സൈൻ എക്സ് കോസ് വൈ. മൈനസ് ഇവിടെ വരണ്ടേ? എന്തുകൊണ്ടാണ്? ഇതുകൊണ്ട് അല്ലേ? അപ്പൊ അടുത്ത നോക്കിക്കേ, മൈനസ് ഓഫ് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. നോക്കിക്കേ, അപ്പൊ ഏതൊക്കെ തമ്മിൽ കട്ടാവും? സൈൻ എക്സ് കോസ് വൈ വൈ പ്ലസും ഇവിടെ മൈനസ് ആവും. മൈനസ് ഓഫ് സൈൻ എക്സ് കോസ് വൈ എന്താണ്? മൈനസ് സൈൻ എക്സ് കോസ് വൈ അല്ലേ? മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ഇറ്റ്സ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. സോ വി ഗോട്ട് വാട്ട്? പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്ന് കിട്ടി. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? കോസ് എക്സ് സൈൻ വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ഇസ് വാട്ട്? 2 cos x sin y. So we got 2 cos x sin y. Sorry, 2 cos x sin y എന്ന് കിട്ടി. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത നോക്കി, ഏതൊക്കെ ഇക്വേഷൻസ് ആണ്? cos of x plus y plus cos of x minus y. So we got what? 2 cos x cos y. ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. ആഡ് ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കി, ഇനി cos of x plus y minus cos of x minus y. ഏത്? ഈ 2 ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു. ആഡ് ചെയ്തു, പിന്നെ അടുത്ത് സബ്ട്രാക്ട് ചെയ്തു. സോ വി ഗോട്ട് മൈനസ്, സോ വി ഗോട്ട് വാട്ട്? cos x cos y minus sin x sin y minus of cos x cos y minus what? sin x sin y എന്ന് കിട്ടി. അപ്പൊ നോക്കിക്കേ, കട്ട് ചെയ്യും അല്ലേ? cos x cos y അല്ലേ? അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. സിമ്പിൾ അല്ലേ? കാരണം മൈനസ് അകത്തോട്ട് ഇട്ടിട്ട് ഈ മൈനസ് ഇട്ടിട്ട് അകത്തോട്ട് ഈ ഇക്വേഷൻ എഴുതും. പിന്നെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് എന്ന് വരും. -2 sin x sin y. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത സെക്കൻഡ് ഇക്വേഷൻ ചെയ്ത പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് കിട്ടുന്ന എന്താണ്? മൈനസ്. അപ്പം ഈ ഒരു കാര്യത്തിനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിക്കേ, ഫസ്റ്റ് 2 ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട് കിട്ടും അല്ലേ? sin x cos y, that is 2 sin x cos y, right? സെക്കൻഡ് നോക്കിക്കേ, ഏത് പാർട്ട് കിട്ടി? സെക്കൻഡ് ഇക്വേഷന്റെ കിട്ടി. തേർഡ് നോക്കി, ഈ ഒരു പാർട്ട് കിട്ടി അല്ലേ? cos x cos y, that is 2 cos x cos y. അടുത്തത് ലാസ്റ്റ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ -2 ഇടുന്നത്. മൈനസ് മാർക്കല്ല, -2 sin x sin y. അപ്പൊ ഇത്രയും ക്ലിയർ ഔട്ട് ആയാലോ? അപ്പൊ 4 8 ഫോർമുലാസ് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നോക്കുന്നത്, എല്ലാം കൂടി കൺഫ്യൂസ് ആയാലും നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി, ക്ലിയർ ഔട്ട് ആവും. ഐ എം ഡാം ഷുവർ. നിങ്ങളൊന്ന് എഴുതി നോക്കുക കേട്ടോ. ചുമ്മാ പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടില്ല ഷുവർ ആയിട്ടും. അപ്പൊ ഇനി അടുത്ത സെക്ഷൻ നോക്കിക്കേ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് പ്ലസ് വൈന് നമ്മൾ എക്സ് കൊടുക്കുക. ഓക്കെ, എന്താണ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത്? എന്താണ്? എക്സ് ആക്കി ഇക്വേറ്റ് ചെയ്യാം. എക്സ് മൈനസ് വൈനെ അപ്പൊ എന്താക്കാം? എക്സ് മൈനസ് വൈനെ നമുക്ക് y ആക്കി ഇക്വേറ്റ് ചെയ്യാം. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അങ്ങനെ ക്ലിയർ ഔട്ട് ആയി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സിന് നമ്മൾ എന്ത് കൊടുക്കുകയെന്ന് അറിയാം? എക്സ് പ്ലസ് വൈ ബൈ 2 കൊടുക്കുക. എന്താണ്? എക്സിന് എക്സ് പ്ലസ് വൈ ബൈ 2, വൈന് എക്സ് മൈനസ് വൈ ബൈ 2 കൊടുക്കുക. ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? എന്താണ്? എക്സ് പ്ലസ് വൈന് എക്സും എക്സ് മൈനസ് വൈന് വൈയും, എക്സിന് എക്സ് പ്ലസ് വൈ ബൈ 2, വൈക്ക് എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ, അപ്പൊ ഞാൻ എഴുതിയാലോ? അത് നോക്കിക്കേ, സൈൻ എക്സ് എഴുതി, അടുത്തത് സൈൻ വൈ ഈക്വൽ ടു 2 സൈൻ എക്സിന് നമ്മൾ എന്താ ഇക്വേറ്റ് ചെയ്യേണ്ടത്? എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ക്ലിയർ ആയില്ലേ? അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ എന്തായിരിക്കും? സിമിലർ തിങ്, സൈൻ എക്സ് മൈനസ് സൈൻ വൈ. സൈൻ ശ്രദ്ധിച്ചോണേ, 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ്
y/2 അല്ലേ? അടുത്ത നോക്കി cos x plus cos y മീൻകാരം പോകുന്നു 2 cos x plus y/2 cos x minus y/2. ഓക്കെ, ഇനി അടുത്ത നോക്കി cos x minus cos y equal to -2 sin x നെ എന്ത് ഇക്വേറ്റ് ചെയ്തു x plus y/2, y ക്ക് എന്ത് ഇക്വേറ്റ് ചെയ്തു x minus y/2. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ 12 ഇക്വേഷൻസ് അല്ലെങ്കിൽ ഫോർമുലാസ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും നമുക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതിലോട്ട് നമുക്ക് ജമ്പ് ഔട്ട് ചെയ്താലും. അപ്പൊ സൈന്റെയും കോസിന്റെയും ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ടാൻ ആണ് നോക്കേണ്ടത്. ഓക്കെ, സൈൻ കോസിന്റെ ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? കോസിന്റെ CDO ആണ്. സൈൻ വരുമ്പം സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതുക, സൈൻ വൈ കോസ് വൈ എന്ന് എഴുതുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി അടുത്ത് നോക്കിയേ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ നോക്കാം. നോക്കിയേ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പൊ സൈനും പഠിച്ചു, കോസും ക്ലിയർ ആയില്ല. ഇനി ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ നമുക്ക് എങ്ങനെ എഴുതാം? സൈന്റെയും കോസിന്റെയും സൈൻ ബൈ കോസ് ഈക്വൽ ടു ടാൻ അല്ലേ? നോക്കിയേ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതിക്കൂടെ അല്ലേ? അപ്പം പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്താന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. എങ്ങനെ എഴുതാം? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ, റൈറ്റ്? അതായത് ഈ ഇക്വേഷൻ കിട്ടിയ ആ ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഈ ഡെറിവേഷൻ പഠിക്കണം എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. അതെങ്ങനെ കിട്ടിയെന്നുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? കോസ് എക്സ് കോസ് വൈ ഡബിൾ വരും, പിന്നെ ഓപ്പോസിറ്റ് സൈൻ വരും, മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഇനി അടുത്ത മക്കളെ നമുക്ക് ടാനിലാണ് വേണ്ടത് അല്ലെ? ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ വരുമ്പം RHSഉം ടാനിൽ വന്നതാണ് വേണം. അപ്പൊ എന്ത് ചെയ്യണം? സൈൻ എക്സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടാൻ എക്സ് കിട്ടും? കോസ് എക്സും കൊണ്ട്. അപ്പം സൈൻ എക്സും സൈൻ വൈയും ഉണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ട് ടേംസും എഴുതണം, ഏത്? കോസ് എക്സും കോസ് വൈയും. സോ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ വാട്ട്? കോസ് എക്സ് കോസ് വൈ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് നോക്കിയേ സൈൻ എക്സ് കോസ് വൈ divided by cos x cos y plus cos x sin y divided by cos x cos y by cos x cos y divided by cos x cos y minus sin x sin y divided by cos x cos y. Clear ആയല്ലോ? എല്ലാ ടേംസും എന്താ? കോസ് എക്സ് കോസ് വൈ വെച്ച് ഡിവൈഡ് ചെയ്തു. ഇത് നോക്കി ഏതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം? കോസ് എക്സും കോസ് വൈയും കട്ട് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? ടാൻ എക്സ് എന്ന് കിട്ടി അല്ലേ? അടുത്ത നോക്കിയേ കോസ് എക്സും സെയിം ആണ്. സൈൻ വൈ ബൈ കോസ് വൈ എന്തായിരിക്കും? ടാൻ വൈ ബൈ. നെക്സ്റ്റ് നോക്കിയേ കോസ് എക്സും സെയിം ടേം. കോസ് വൈ കട്ട് ചെയ്തു. സോ വി ഗോട്ട് 1 മൈനസ്. നെക്സ്റ്റ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇസ് വാട്ട്? ടാൻ എക്സ്. Next sin y by cos y is what? Tan y. So we got the equation what? Tan of x plus y എന്ന് പറയുന്നത് എന്താണ്? Tan x plus tan y by 1 minus tan x tan y. നോക്കിക്കേ ഏതായിരുന്നു നമ്മുടെ ഇക്വേഷൻ? Tan of x plus y is what? Tan x plus tan y by 1 minus tan x tan y. Clear ആയല്ലോ? അപ്പൊ കോട്ട് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് tan കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കോട്ട് കണ്ടുപിടിച്ചാലോ? നോക്കിക്കേ cot of x plus y. മക്കളെ പറഞ്ഞേ cot of x plus y എന്താണ്? cos by sin അല്ലേ? So we are writing cos of x plus y by sin of x plus y. Right? Similar thing എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നു? cos x cos y minus sin x sin y. എന്ത്? cos ആയിട്ട് ഡബിൾ ഓപ്പോസിറ്റ് സൈൻ. നെക്സ്റ്റ് sin of x plus y എന്താണ്? sin x cos y plus cos x sin y. സംശയമുണ്ടോ? ഇല്ലല്ലോ. ഇനി ഈ ഒരു സംഭവം നമ്മൾ ഇവിടെ tan x നെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്ത്? cos x വെച്ച് tan x നെ നമുക്ക് എങ്ങനെ കിട്ടിയ? cos x cos y വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത് അല്ലെ? ഇവിടെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? നോക്കിക്കേ ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ. നമുക്ക് ഇവിടെ cos x cos y ഉണ്ട് അല്ലെ?
അപ്പോൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? സൈൻ എക്സും സൈൻ വൈയും. വൈ കോട്ടായുണ്ട്, കോസും സൈനും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഡിവൈഡിങ് സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ, ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനും ഞാൻ പെട്ടെന്ന് എഴുതാം. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ബൈ എന്ത് വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? എന്ത് വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? സൈൻ എക്സും സൈൻ വൈയും ബൈ സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ, നെക്സ്റ്റ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് കോസ് വൈ ബൈ സൈൻ എക്സ് സൈൻ വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ബൈ സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിക്കേ, ഏതൊക്കെ തമ്മിൽ കട്ടാവുന്നത്? കട്ടാവുമോ? കോസ് എക്സും സൈൻ എക്സും ആണ് അല്ലേ? കട്ടാവത്തില്ല. കോട്ട് എക്സ്. നെക്സ്റ്റ് കോസ് വൈ ബൈ സൈൻ വൈ കോട്ട് വൈ മൈനസ് നെക്സ്റ്റ് സൈൻ എക്സും സൈൻ എക്സും കട്ട് ചെയ്തു, സൈൻ വൈ ആൻഡ് സൈൻ വൈ കട്ട് ചെയ്തു, വി ഗോട്ട് 1. നെക്സ്റ്റ് സൈൻ എക്സ് ആൻഡ് സൈൻ എക്സ് കട്ട്, റൈറ്റ്? നെക്സ്റ്റ് കോസ് വൈ ബൈ സൈൻ വൈ is what? Cot y, we got cot y. Next cos x by sin x is what? Cot x. Sin y by sin y cut ചെയ്തു അല്ലേ? So we got what? Cot x into cot y minus 1 by cot y plus cot x. So this is our cot of x plus y എന്ന് പറയുന്നത്. Cot of x plus y എന്താണ്? ജസ്റ്റ് ഇതിന്റെ റിവേഴ്സ് ആണ്. എന്താ? tan x plus tan y by 1 minus tan x tan y ആണ് tan of x plus y. Cot of x plus y എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചിടും. Cot x into cot y minus 1 by cot y plus cot x തിരിച്ച്. അപ്പൊ നോക്കിയ മക്കളെ, ഞാൻ ഒരു കാര്യം വിട്ടുപോയി. അഡീഷൻ ഫോർമുലയാണ് നമ്മൾ എഴുതിയത് അല്ലേ? അപ്പൊ ഇനി സബ്ട്രാക്ഷൻ ഫോർമുല നോക്കിക്കേ. ഇതിന്റെ നേരെ സെയിം തന്നെയാണ്. എന്ത് വരും? സൈൻ മാറുമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കോട്ട് ഓഫ് എക്സ് മൈനസ് വൈ എന്താണ്? കോട്ട് എക്സ് ഇൻറ്റു കോട്ട് വൈ പ്ലസ് 1 ബൈ കോട്ട് വൈ മൈനസ് കോട്ട് എക്സ്. മനസ്സിലായോ? മൈനസ് പ്ലസ് ആവും. അപ്പൊ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ, സോറി, ടാൻ ഓഫ് എക്സ് മൈനസ് വൈ എന്തായിരിക്കും? ടാൻ എക്സ് മൈനസ് ടാൻ വൈ ബൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. ഓപ്പോസിറ്റ്, അതായത് പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും ക്ലിയർ ആയാലോ? നമ്മൾ പഠിച്ചു, സൈൻ്റെ പഠിച്ചു, കോസ് പഠിച്ചു, ടാൻ പഠിച്ചു, കോട്ട് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടിപ്പിൾ ആംഗിൾസ് എന്ന് പറയും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് മൾട്ടിപ്പിൾ ആംഗിൾസ് എന്ന് പറയും. അപ്പൊ ഇത്രയും ക്ലിയർ ഔട്ട് ആയല്ലോ അല്ലേ? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈ, ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഏതാണ്? സൈൻ 2x എന്ന് നോക്കാം, അതായത് മൾട്ടിപ്പിൾ ആംഗിൾസ്. ഓക്കെ, എന്താണ് സൈൻ 2x? അപ്പം എന്താണ് സൈൻ 2x? നമുക്ക് ചെക്ക്ഔട്ട് ചെയ്താലോ? സൈൻ 2x എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു, മൾട്ടിപ്പിൾ ആംഗിൾസ് ആണ്. സൈൻ 2xനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഓഫ് എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതിക്കൂടെ? സംശയം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നോക്കി, സൈൻ ഓഫ് എക്സ് പ്ലസ് എക്സ് ഏത് ഫോമിലാണ്? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഫോമിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. എഴുതിക്കേ, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ആണ് എന്ത്? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പം ഇവിടെ വൈക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വി ഗോട്ട് സൈൻ എക്സ് കോസ് എക്സ്, റൈറ്റ്? വൈക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വൈ, കാരണം ഇവിടെ വൈ ടേംസിലുള്ള എന്താണ്? എക്സ് ആണ്, റൈറ്റ്? സോ കോസ് എക്സ് സൈൻ എക്സ്. സോ വി ഗോട്ട് സെയിം അല്ലേ? സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് കോസ് എക്സ് എന്താണ്? 2 സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? സൈൻ 2x എന്ന് പറയുന്നത് 2 സൈൻ എക്സ് കോസ് എക്സ്. അതായത് സൈൻ 2x മൾട്ടിപ്പിൾ ആംഗിളിന്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 സൈൻ എക്സ് കോസ് എക്സ്. ഇനി അടുത്ത ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടുന്നത് നോക്കണം. നമുക്ക് കിട്ടി 2 സൈൻ എക്സ് കോസ് എക്സ് ആണ് അല്ലേ? നോക്കിയേ, 2 സൈൻ എക്സ് കോസ് എക്സ് ബൈ 1 എന്ന് എഴുതിക്കൂടെ അല്ലെ? 2 by 1 എന്താണ്? 2 itself. 1നെ നമുക്ക് ഏത് ഇക്വേഷനിലോട്ട് ഇക്വേറ്റ് ചെയ്യണമെന്ന് അറിയാം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, അതായത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താ ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഈക്വൽ ടു 1 ആണ്. അപ്പൊ 2 by 1 എന്താണ്? 2 itself. അത് കഴിഞ്ഞിട്ട് മക്കളെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈനെ ഡിവൈഡ് ചെയ്തിരുന്നു അല്ലെ? ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും. അതുപോലെ തന്നെ സിമിലർ തിങ് ആണ് ഇവിടെ. പക്ഷെ നമ്മൾ കോസ് സ്ക്വയർ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യും. ഓക്കെ, കോസ് സ്ക്വയർ എക്സ് ആണ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. ഡിവൈഡിങ്
numerator and denominator by what? Cos square x. Okay, അപ്പോൾ നമുക്ക് അത് എഴുതിക്കാലോ. ഒന്ന് എഴുതി നോക്കാം. 2 sin x cos x by cos square x divided by sin square x by cos square x plus cos square x by cos square x. അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ത് വെച്ച് cos square x വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പം ഈ ഒരു ടെക്നിക്കും കൂടെ മനസ്സിൽ വെച്ചോണം. അതായത് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് cos square x വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും കേട്ടോ. അപ്പൊ നോക്കിയേ cos x ഉം കട്ട് ചെയ്ത് ഒരു cos x ഉം. സോ 2 sin x by cos x is what? 2 tan x, right? നെക്സ്റ്റ് നോക്കിയേ sin square x by cos square x എന്താണ്? tan square x അല്ലേ? സംശയം ഉണ്ടോ? ഇനി അടുത്ത് നോക്കിയേ cos square x ഉം കട്ട് ചെയ്തു. So we got what? 1 plus tan square x. So we got the formula 2 tan x by 1 plus tan square x എന്ന് എഴുതാം. എങ്ങനെയാണ്? sin 2x നെ എങ്ങനെയൊക്കെ എഴുതാം? 2 sin x cos x എന്നും 2 tan x by 1 plus tan square x എന്ന് എഴുതാം. So this is the second formula. Clear out ആയല്ലോ? ഇനി നമുക്ക് cos 2x ന്റെ നോക്കിയാലോ. sin 2x ന് ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കാനുള്ളൂ. എന്താണ്? 2 sin x cos x ഉം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നോക്കിയേ. ഇനി അടുത്തത് നമുക്ക് cos 2x നോക്കാം. ഓക്കെ, cos 2x എങ്ങനെയാണെന്ന് നോക്കാം. cos 2x നെ എങ്ങനെ എഴുതാം? cos of x plus x എന്ന് എഴുതിക്കൂടെ അല്ലെ? cos of x plus y എന്താണ്? CDO, that is cos ഡബിൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. So how we write? cos of x plus y, cos x cos y minus sin x sin y എന്ന് എഴുതിക്കൂടെ അല്ലെ? അപ്പൊ ഇവിടെ y ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. So we got cos x minus sin x into sin x, right? So cos x into cos x is what? Cos square x minus sin square x. അല്ലേ? ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഉണ്ടോ അല്ലെ? ഇതെല്ലാം കൂടെ എല്ലാ ഫോർമുലാസും കൂടെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അല്ലേ? പക്ഷെ സാരമില്ല, ഒരു 2-3 തവണ നിങ്ങൾ നിന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ. ഐ എം ഡാം ഷുവർ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ക്ലിക്ക് ഔട്ട് ആവും. അപ്പൊ നോക്കിക്കേ, എന്താണ് cos 2x എന്ന് പറയുന്നത്? എന്തായിരുന്നു? എന്ത് കിട്ടി? cos square x minus sin square x എന്ന് കിട്ടി. നമ്മുടെ ഫസ്റ്റ് ഫോർമുല ഇക്വേറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ഫോർമുല അടുത്തത് നോക്കണം. അടുത്തെന്ന് പറയുന്നത് നമുക്കറിയാം, ഈ sin square x നെ എങ്ങനെ എഴുതാം? ഒന്ന് നോക്കിക്കേ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. sin square x ഉം cos square x ഉം റിലേറ്റ് ചെയ്ത ഒരു ഐഡന്റിറ്റി ഉണ്ട് അല്ലെ? ഐഡന്റിറ്റി നോക്കാം. നമുക്കറിയാം sin square x plus cos square x equal to 1 ആണ് അല്ലെ? ഒബ്വിയസ്ലി 1 അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ നോക്കിയേ? sin square x plus cos square x equal to 1, റൈറ്റ്? അപ്പൊ നമുക്ക് sin square x നെ എങ്ങനെ എഴുതാം? 1 minus cos square x എന്ന് എഴുതിക്കൂടെ? നോക്കിയേ, sin square x നെ എങ്ങനെ എഴുതാം? 1 minus cos square x. അപ്പൊ എനിക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സോ cos square x by substituting sin square x ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 1 minus cos square x. ഓക്കെ, ക്ലിയർ ആയില്ലേ? എങ്ങനെ എഴുതാം? cos square x minus of 1 minus into plus എന്ന് പറഞ്ഞാൽ minus. Next minus into minus is what? Plus cos square x. ക്ലിയർ ആയില്ലേ? അപ്പൊ എനിക്ക് ഇത് എങ്ങനെ എഴുതാം? cos square x plus cos square x 2 cos square x. 2 cos square x minus 1. ക്ലിയർ ആയില്ലേ? ഇക്വേഷൻ ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. എന്താണ്? 2 cos square x minus 1 എന്ന് കിട്ടി. ഇനി അടുത്തത് എന്താണ്? ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ? cos square x നെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1 minus sin square x. ക്ലിയർ ആയാലോ? അപ്പൊ എങ്ങനെ എഴുതാം? അടുത്ത നോക്കാണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനകത്ത് ഏത് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? cos square x എന്താണ്? 1 minus sin square x. So 1 minus sin square x minus of sin square x. ഓക്കെ, ക്ലിയർ ആയാലോ? അപ്പൊ എങ്ങനെ എഴുതാം ഇതിനെ? 1 minus 2 sin square x എന്ന് എഴുതിക്കൂടെ? മൈനസ് ഇൻറ്റു മൈനസ് sin square x minus sin square x. That is minus 2 sin square x അല്ലെ? മൈനസും മൈനസും കൂടെ വരുമ്പോൾ സെയിം സൈൻ വരുമ്പോൾ എന്താണ്? ആഡ് ചെയ്തിട്ട് ആ സെയിം സൈൻ തന്നെയുള്ളൂ. ദാറ്റ് ഇസ് 1 minus 2 sin square x. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മുടെ അടുത്ത ഇക്വേഷൻ ഡിറൈവ് ചെയ്തു.
മക്കളെ നിർത്തിയില്ല മക്കളെ, ഇനിയും കണ്ടിന്യൂ ചെയ്യാനുണ്ട്. അപ്പൊ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയുണ്ട് ഒരൊറ്റ ഇക്വേഷനും കൂടെ, അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളെ. ദാറ്റ് ഈസ് ഓക്കെ, നമ്മള് സൈൻ 2x പറഞ്ഞിരുന്നു എന്താണ്, ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് അല്ലെ. വി ആർ ഇമാജിനിങ് വാട്ട് ബൈ 1 എന്ന് ഇമാജിൻ ചെയ്തെന്ന്. അപ്പൊ നോക്കിയേ, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതുക. ദാറ്റ് ഇസ് 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലെ. അപ്പൊ നോക്കിയേ, അപ്പൊ എങ്ങനെ എഴുതാം, ഡിവൈഡിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, നോക്കിക്കേ, കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ്. ക്ലിയർ ആയല്ലോ? നോക്കി കട്ട് ചെയ്തു. സോ വി ഗോട്ട് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ ടാൻ സ്ക്വയർ എക്സ്. യു കട്ട് ചെയ്യില്ല കേട്ടോ. സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്നാണ്, ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 1. Okay, so we got the answer what? 1 minus tan square x by 1 plus tan square x. അപ്പം cos 2x ന്റെ 4 എണ്ണമാണ് നമുക്ക് ഇക്വേഷൻ പഠിക്കാനുള്ളത്. ക്ലിയർ ആയല്ലോ? cos 2x എന്തൊക്കെയാണ്? cos square x minus sin square x, 2 cos square x minus 1, 1 minus 2 sin square x, 1 minus tan square x by 1 plus tan square x. ക്ലിയർ ആയല്ലോ? സംശയം ഉണ്ടോ? സംശയം ഉണ്ടെന്ന് ചോദിച്ചാൽ സംശയം ഉണ്ട് അല്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അത് ട്രൈ ചെയ്യുക, അതായത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇനിയും അടുത്തതിലോട്ട് കിടക്കുവാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മള് സൈനും കംപ്ലീറ്റ് ചെയ്തു, കോസും കംപ്ലീറ്റ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മള് ടാൻ ചേട്ടനെ വിടല്, ടാൻ ചേട്ടനെ കൂടെ എഴുതിയാലോ? ഓക്കെ, സോ ടാൻ സിമ്പിൾ ആട്ടോ. ടാൻ 2x മൾട്ടിപ്പിൾ ആംഗിൾ ആണ്. അപ്പൊ ടാൻ 2x നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഓഫ് എക്സ് പ്ലസ് എക്സ് എന്ന് എഴുതിക്കൂടെ അല്ലെ. ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്താണ്? ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ നമുക്ക് എഴുതാം, ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ അല്ലെ. സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഇനി അടുത്ത് എന്ത് എഴുതും? എക്സിന് വൈക്ക് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടാൻ എക്സ് പ്ലസ് ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ എക്സ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 2 tan x by 1 minus tan square x എന്ന് കിട്ടി. ഓക്കെ, ഈ ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ. മൾട്ടിപ്പിൾ ആംഗിൾ, അതായത് tan 2x നമ്മൾ കൂടുതലൊന്നും പഠിക്കുന്നില്ല. ഈ ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ, 2 tan x by 1 minus tan square x. ക്ലിയർ ആയല്ലോ മക്കളെ? ഇനി അടുത്തത് നമ്മൾ ഡബിൾ പഠിച്ചു അല്ലെ, tan 2a എന്ന് പഠിച്ചു അല്ലെ. ഈ ഫംഗ്ഷൻ ഓഫ് 3a കൂടി ഉണ്ട്, അത് 3 എണ്ണേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ അത് തീർന്നു കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പൊ അതും കൂടെ ഒന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു കാര്യത്തിന് നമുക്ക് ട്രിക്കുകളൊന്നുമില്ല, ജസ്റ്റ് പഠിക്കാവുന്നേ ഉള്ളൂ കേട്ടോ, ബൈ ഹാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ട്രിക്കായിട്ട് എല്ലാ ട്രിക്കുകളും, എല്ലാ പ്രോബ്ലംസിനും നമ്മൾ ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ട്രിക്കുകളും ഓർത്തിരിക്കാൻ വേറെ ട്രിക്ക് ഓർത്തിരിക്കേണ്ടി വരും അല്ലേ. അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് അത് വേണ്ട. അപ്പൊ നമുക്ക് ഈ ഒരു 3 ഫങ്ഷൻസ് ഓഫ് 3a നമുക്ക് 3 എണ്ണം ബൈ ഹാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. സോ സൈൻ 3a നോക്കിക്കേ. സൈൻ 3a ഞാൻ പഠിച്ചതെന്നൊക്കെ പറഞ്ഞാൽ 3 sin a. ഓക്കെ, 3 sin a മൈനസ്, അപ്പം 3a ഫങ്ഷൻസ് ഓഫ് 3a വന്നു കഴിഞ്ഞാൽ എല്ലാം മൈനസ് ആയിരിക്കും കേട്ടോ ആൻസർ. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലെല്ലാം മൈനസ് ആയിരിക്കും വരുന്നത്. സോ 4 sin ക്യൂബ് വരും, സൈൻ ക്യൂബ്. നെക്സ്റ്റ് തീറ്റ, ഇപ്പൊ എക്സ് എന്ന് ഇട്ടാലും മതി കേട്ടോ. നിങ്ങൾക്ക് സംശയം വരുവാണെങ്കിൽ വേണ്ട, വേണ്ട. ഞാനൊക്കെ പഠിച്ചത് എ ആൻഡ് ബി വെച്ചായിരുന്നു കേട്ടോ. അതായത് എക്സും വൈ ഒക്കെ CD ഫോർമുല ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എക്സ് ആൻഡ് വൈ ആണ് കേട്ടോ പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ എയും ബിയും സിയും ഡിയും കൈൻഡ്ലി അവോയ്ഡ് ചെയ്തു. സോ അതിന് പകരമാണ് എക്സ് ഇട്ടത്. സോ സൈൻ 3x ഈക്വൽ ടു 3 sin x മൈനസ് 4 sin ക്യൂബ് എക്സ്. ഓക്കെ, നെക്സ്റ്റ് കോസ് 3x എങ്ങനെ എഴുതാം? ഇതിന്റെ നേരെ റിവേഴ്സ് വരും. ദാറ്റ് ഇസ് 4 cos ക്യൂബ് എക്സ് മൈനസ് 3 cos x. കേട്ടോ, നേരെ റിവേഴ്സ് വരും. എന്ത്? 4 cos ക്യൂബ് എക്സ് മൈനസ് 3 cos x. നെക്സ്റ്റ് tan 3x. tan 3x എന്ന് പറയുന്നത് 3 tan x തന്നെയല്ലേ, മൈനസ് 4 ഇല്ല കേട്ടോ, tan ക്യൂബ് മാത്രമേ ഉള്ളൂ. tan ക്യൂബ് എക്സ് ബൈ 1 മൈനസ് 3 tan സ്ക്വയർ എക്സ്. കേട്ടോ, ഈ ഒരു കാര്യം ബൈ ഹാർട്ട് ചെയ്യാൻ ഞാൻ പണ്ട് പഠിച്ചിരുന്ന മനസ്സിൽ കിടന്നിരുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ടൈം ഇതിനു വേണ്ടി കണ്ടെത്തല്ല, ജസ്റ്റ് ഒന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ബാത്റൂം സിംഗർ ആണല്ലോ ഷുവർലി അല്ലേ.
ബാത്റൂം സിംഗർ ഇല്ലാത്തവരാരും ഇല്ല അല്ലെ. അപ്പൊ ആ സിംഗിങ്ങിന് പകരം പാട്ട് പാടുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻസ് ഒന്ന് റിമൈൻഡ് ചെയ്ത് നോക്കുക, റീകളക്ട് ചെയ്യുക. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ എന്താണ് പിന്നെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, പിന്നെ ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കുക. മക്കളെ ഈ ഒരു കാര്യം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെ തന്നെ ട്രിഗ്നോമെട്രിക്കിനകത്ത് ഈ ഫോർമുലാസ് എന്ന് പറയുന്നത് ബൈ ഹാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ലാത്ത ഒരു ഫോർമുലകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു സൈൻ ഓഫ് എക്സ് മൈനസ് വൈ. അതായത് നമ്മൾ അഡീഷൻ ഫോർമുലാസും സബ്ട്രാക്ഷൻ ഫോർമുലാസും ആണ് പഠിച്ചത് അല്ലേ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഫോർമുല ആണ്. ദാറ്റ് ഈസ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ഈസ് വാട്ട് സൈൻ സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ വൈ കേട്ടോ. അതായത് മറ്റേ എക്സ്പാൻഡ് ചെയ്ത് തന്നെയാണ് നമുക്ക് ഇത് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ഇക്വേഷനുകൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആവും. ഇനി അടുത്തത് സൈൻ ഓഫ് മൈനസ് തീറ്റ. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് സൈൻ ഓഫ് നെഗറ്റീവ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആംഗിൾ തന്നെയാണ്. ബട്ട് കോസ് ഓഫ് മൈനസ് തീറ്റ എന്താണ്, ഒരു പോസിറ്റീവ് ആംഗിൾ ആണ് കേട്ടോ. ടാൻ ഓഫ് മൈനസ് തീറ്റ എന്താണ്, നെഗറ്റീവ് ആംഗിൾ ആണ് കേട്ടോ. ടാൻ ഓഫ് മൈനസ് തീറ്റ ഇസ് വാട്ട്, മൈനസ് ടാൻ തീറ്റ. ഓക്കെ, അപ്പം കൊസീക് ഓഫ് മൈനസ് തീറ്റ എന്തായിരിക്കും, ഒബ്വിയസ്ലി എന്താണ്, മൈനസ് കൊസീക് തീറ്റ. നെക്സ്റ്റ് സീക്ക് ഓഫ് മൈനസ് തീറ്റ എന്താണ്, പോസിറ്റീവ് ആയിരിക്കും അല്ലെ, സീക്ക് തീറ്റ. കോട്ട് ഓഫ് മൈനസ് തീറ്റ എന്താണ്, മൈനസ് കോട്ട് തീറ്റ. അപ്പൊ മക്കളെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ടത്. ഇത്രയും ഫോർമുലാസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. എക്സസൈസ് 3.3 പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുമ്പേ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഹാൻഡ് റിട്ടൺ കോപ്പി, ഒരു ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡയറക്റ്റ്ലി അത് ഏതാ ലിങ്കിനകത്തുനിന്ന് ഡയറക്റ്റ്ലി നിങ്ങൾ എന്താ കോപ്പി എടുക്കോ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യോ. അപ്പം അത്രയും കാര്യങ്ങൾ ഈ ഫോർമുലാസ് എല്ലാം ഒരൊറ്റ ഹാൻഡ് റിട്ടൺ കോപ്പിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബൈ ഹാർട്ട് ഓൾ ദാറ്റ് ഫോർമുലാസ്, എന്നിട്ടുള്ള എക്സസൈസ് 3.3 പ്രോബ്ലംസ് ചെയ്യാവുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.